ഹലോ ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയുടെ കൂടെ ചെറിയൊരു ട്രിപ്പ് പോവാണ്. നമ്മളിപ്പോൾ സിലൂട്ടുണ്ട്, പൊന്നുണ്ട്, ഇമ്മച്ചിണ്ട്. എങ്ങട്ടാ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പച്ചിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇപ്പച്ചിക്കാണ് കോൾ ചെയ്ത്. അങ്ങനെ ഏതായാലും ഞങ്ങൾ പെരീന്ന് ഇറങ്ങി ബസ്സിനാണ് ചന്തക്കുന്ന് വരെ പോയത്. അവിടുന്ന് നമ്മൾ അമ്മ വന്നാണ്ട് കാറിൽ റെയിൽവേ സ്റ്റേഷൻ ആക്കി തന്നു. അങ്ങനെ ഏതായാലും റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളപ്പം മിന്നൊക്കെ വന്നു നമ്മളെ കൊണ്ടാക്കി തരാൻ. സച്ചുവിനാണെങ്കിലോ ഞങ്ങൾ ട്രെയിനിലാണ് പോണത് എന്ന് പറഞ്ഞപ്പോൾ ഓനക്കും പോരാൻ നല്ല പൂതിയുണ്ട്. പക്ഷെ ഓൻ പോരുന്നില്ല. അങ്ങനെ ഏതായാലും ട്രെയിൻ ടിക്കറ്റ് എടുത്തു. അതൊക്കെ കിടക്കണേന് നമ്മക്ക് പോകാമല്ലോ ട്രെയിന്. അങ്ങനെ ഏതായാലും മിന്നുനും സച്ചുവിനും ടാറ്റ കൊടുത്ത് ഞങ്ങൾ നേരെ ബ്രിഡ്ജ് കയറി അപ്പുറത്തേക്കാണ് പോയി. നമ്മൾ പെരീന്ന് തന്നെ ഫുഡ് ഉള്ളതുകൊണ്ട് ആ പൈസ ലാഭിച്ച് നല്ല ചപ്പാത്തി ചിക്കൻ കറി കൊണ്ടുവന്നേനി. അങ്ങനെ എല്ലാവരും ഫുഡാണ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ കയറാൻ നോക്കിയപ്പോഴാണെങ്കിൽ വൺ തിരക്ക്. അങ്ങനെ ഏതായാലും 9:30ക്കാണ് നമ്മൾ ട്രെയിൻ പോവുക. 8:30ക്കാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ ട്രെയിനിൽ കയറി കുറച്ച് നേരം അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിന്ന്. പിന്നെ ട്രെയിനിൽ എല്ലാവർക്കും സീറ്റുകൾ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടിരിക്കണം ഒക്കെ കൂടി ഉറങ്ങണേ. ഒപ്പം വന്നവരൊക്കെ ഉറങ്ങി. സമയം ഏകദേശം 5:30 ഞങ്ങൾ കൊച്ചുവേളിയിൽ എത്തി. ആ ടൈമിലെ ട്രെയിനിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല. എല്ലാവരും ഏകദേശം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്നൂരൊക്കെ നീച്ചും ചെയ്തിക്കണേ. അതിനുശേഷം പിന്നെ നമ്മൾ ട്രെയിനിന്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം ഇങ്ങനെ വീണ്ടും സഞ്ചരിച്ചു. ട്രെയിനിന്റെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് നല്ല കാർഷിക സംഭവങ്ങളും മറ്റേ വശത്ത് നോക്കുകയാണെങ്കിൽ റെയിൽവേന്റെ പണി നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു സൂര്യോദയവും അതേപോലെ നല്ല കോടയും നല്ല വ്യൂവും. ഏതാല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എജാതി വ്യൂ. നമ്മളെ കൊണ്ടുപോകാൻ നമ്മളെ അപ്പച്ചി വന്നിക്കണേ. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.